ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റിയുമായിട്ടാണ്. ആക്ടിവിറ്റി 15. ഇവിടെ നമ്മുടെ സ്റ്റോറിയിലെ ഓരോ രംഗങ്ങളും ഓരോ സീനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അവിടെ അതിൻ്റെ താഴെ ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്, അതായത് നിങ്ങളുടെ വേർഡ്സിൽ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കിയാലോ. The morning sun peeped through the window. Mother came and tried to wake up Sasha. She got out of the bed, rubbing her eyes. A sweet smell coming from the kitchen. Sasha rushed to the kitchen. Father was busy in the kitchen. He prepared Sasha's favorite sweet ഉണ്ണിയപ്പം. എന്താണ് പറയുന്നത്? രാവിലെ സൂര്യൻ ഉദിച്ചു. പിന്നെയോ അമ്മ വന്നു സശയെ വിളിച്ചുണർത്തി. സശ ബെഡിൽ നിന്ന് എണീറ്റു. കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് അടുക്കളയിൽ നിന്നൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിലേക്ക് ഓടിയപ്പോൾ ഫാദർ അവിടെ സശയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഇൻ ദ സ്കൂൾ സശ ഡിസ്ട്രിബ്യൂട്ട് ഉണ്ണിയപ്പം ടു ഓൾ ഹർ ഫ്രണ്ട്സ്. At that time, Sasha saw a girl looking through the window. In the evening, on the way, Sasha and Naveen heard a song. That song taught by the Anu teacher. They find out the singer. That was Kavita, a poor girl. സ്കൂളിൽ സശ എല്ലാവർക്കും ഉണ്ണിയപ്പം കൊടുത്തു. ആ സമയത്ത് ജനലിലൂടെ ഒരു കുട്ടി നോക്കുന്നത് സശ കണ്ടു. വൈകുന്നേരം സ്കൂളും വിട്ടു പോകുമ്പോൾ അവർ ഒരു പാട്ട് കേട്ടു. ആ പാട്ട് ഇന്ന് അനു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ച പാട്ടായിരുന്നു. അങ്ങനെ ആ പാട്ട് പാടിയ ആളെ അവർ കണ്ടെത്തി. അത് കവിതയായിരുന്നു, ഒരു പാവം പെൺകുട്ടി. സശ ആൻഡ് നവീൻ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. They told every incident to Anu teacher. Anu teacher arranged an opportunity for Kavita to study our school. In the school assembly, every teacher congratulated Sasha and Naveen. Anu teacher gave a warm welcome to Kavita. സശയും നവീനും കവിതയ്ക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു. എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം അവർ അനു ടീച്ചറോട് വന്ന് പറഞ്ഞു. അനു ടീച്ചർ ആ കുട്ടിക്ക് ഈ സ്കൂളിൽ പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അങ്ങനെ സ്കൂൾ അസംബ്ലിയിൽ സശയെയും നവീനെയും എല്ലാവരും പ്രശംസിച്ചു. അനു ടീച്ചർ ഈ കവിതയ്ക്ക് ഒരു വാം വെൽക്കം നൽകി ക്ലാസ്സിലേക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.